ലോകത്തിലെ ഏക മതം ഇസ്ലാം മാത്രമാണ് ഭൂമിയെ മസ്ജിദ് എന്ന് വിളിച്ചിട്ടുള്ളത്. വെറും സൂചനകൾ മാത്രം നൽകി പോവുകയാണ്. അതതിൻ്റെ ഗൗരവത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനത്തിലേക്ക് വലിയൊരു സൂചന നൽകുന്നുണ്ട്. മണ്ണ് എന്ന് പറയുന്ന ഒന്ന് എത്രത്തോളം മനുഷ്യൻ്റെ ആദിമാവസ്ഥയിലും അന്തിമാവസ്ഥയിലും ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിനിടക്കുള്ളവൻ്റെ ആരാധനാ ജീവിതവും എത്രത്തോളം ക്രമീകരിക്കുന്നു എന്ന ഒരാശയതലം യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. രണ്ടാമത്തത്, അംബർബുൽ ആസിൻ്റെ ഒരു റിപ്പോർട്ടിൽ കാണാം, ഭൂമിയെ കെട്ടിടങ്ങൾ കാർന്ന് തിന്നാൽ നിങ്ങൾ ഇനി താമസിക്കാൻ എന്ത് ചെയ്യും? മൂന്നാമത്തത്, ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ള സൂറത്തു തൗബയിലെ 38-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു മാലക്കും ഇദാ ഖീല ലക്കും മുൻഫിറൂ ഫീ സബീലില്ലാ. അർത്ഥം നിങ്ങൾ പോയി നോക്കുക. അവിടെ മനുഷ്യൻ്റെ മതജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ത്യാഗം, അനുഷ്ഠാനം തുടങ്ങിയ മതജീവിതത്തെക്കുറിച്ച്. അങ്ങനെ നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? ഇസ്താഖൽത്തും ഇലൽ അർളി, നിങ്ങൾ ഈ ഭൂമിക്ക് ഭാരമായി മാറുകയാണ്. ഭൂമിയെ അത്രമേൽ ലോലമായി സ്വീകരിക്കേണ്ട നിങ്ങൾ, നിങ്ങളുടെ മതജീവിതം നിങ്ങളോട് പറയുമ്പോഴും ഭൂമിക്ക് നിങ്ങൾ ഭാരമായി മാറുന്നു. അപ്പോൾ ഭൂമിയോട് നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്ന് പറയുന്നത് നേരത്തെ അൻവർ സാദത്ത് സൂചിപ്പിച്ച പോലെ ആരാധനാപരമാണത്, ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിൽ ഒരുപാട് നരേഷൻ അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇസ്സാഖൽത്തും ഇലൽ അർളി എന്നിട്ട് ഖുർആൻ ആ ഭാഗം അവസാനിപ്പിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഫമാ മതാഉൽ ഹയാത്ത് ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ, ഇവിടെയുള്ള വിഭവങ്ങൾ പരിമിതമാണ് പരലോകത്തെ അപേക്ഷിച്ചുകൊണ്ട് എന്നത്. അപ്പോൾ ഭൂമിയെ നിങ്ങളെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നും ആ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള വിഭവങ്ങളോട് നിങ്ങളെന്തു സമീപനം സ്വീകരിക്കണം എന്നുമുള്ള ആശയത്തെ സൂറത്തു തൗബയിലെ 38-ൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഇതിറങ്ങുന്നത് യുദ്ധം നടക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ യുദ്ധത്തിന് പോകാതിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. യുദ്ധത്തിന് പോകാതിരിക്കാൻ കാരണം എന്താണ്? ഭൂമിയിലെ വിഭവ ചൂഷണം അവർ നിർവഹിച്ചു എന്നുള്ളതാണ്. അത് കച്ചവടമാകാം, മറ്റെന്തും ആകാം. ആ വിഭവത്തെ നേരത്തെ പറഞ്ഞ പോലെ കറവപ്പശുവിൽ നിന്ന് മാറി കശാപ്പുകാരനിലേക്ക് കടന്നു വന്നപ്പോൾ ഖുർആൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഭൂമിക്ക് ഭാരമാണ്, നിർത്തണം ഈ പണിയെന്ന്. എന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള വിഭവങ്ങൾ വളരെ കുറച്ചു മാത്രമാണ്. ആ വിഭവങ്ങളോട് നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സമീപനമേ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ ഭൂമിയിലാണെങ്കിലും ശരി, നിങ്ങൾ ഭൂമിക്ക് ഭാരമാണ് എന്നത്. നമ്മൾ ഭൂമിക്ക് ഭാരമായി മാറുന്നുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ നൽകുന്ന കാഴ്ചപ്പാട് ഭൂമി ആരുടേത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ആരുടേതാണ് ഭൂമി? നമുക്കൊക്കെ അറിയാം. ഖുർആൻ അതിന് പറയുന്ന കാര്യം വൽ അർള വലഅഹാ ലിൽ അനാം എന്നതാണ്. അനാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാ ഫൗഖൽ അർളി എന്നാണ്. എന്തൊക്കെയാണോ യഥാർത്ഥത്തിൽ ഭൂമിക്ക് മുകളിലുള്ളത് അതിനെയെല്ലാം സൂചിപ്പിക്കുന്ന ജൈവം എന്ന് പറയാവുന്ന, ബയോ എന്ന് പറയാവുന്ന ഒരു അർത്ഥതലമാണ് അനാം എന്ന് പറയുന്ന പദത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അർത്ഥം. അതിനെ കൃത്യമായി അതിൻ്റെ ഭാഷാപ്രയോഗം പറഞ്ഞാൽ ജമിഉ മാ അലൽ അർളി മിനൽ ഖൽഖ് എന്നതാണ്. ഞാനല്ലാത്ത ഖാലിഖായത് പടച്ചവനാണ്. ഖാലിഖല്ലാതെ പിന്നെന്താ ഉള്ളത്? ഈ ഭൂമിയിലുള്ളതൊക്കെ മഖ്ലൂക്കുകളാണ്. ഞാനല്ലാത്ത എന്തൊക്കെ ഭൂമിയിലുണ്ടോ അതാണ് ജമിഉ മാ അലൽ അർളി മിനൽ ഖൽഖി എന്നാണ് ഉപയോഗിച്ചത്. അപ്പം ഞാനല്ലാത്ത എല്ലാത്തിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് ഭൂമി. ആ ഭൂമിയെ അവർക്കുകൂടി നിങ്ങൾ വകവെച്ച് കൊടുക്കണം. അവിടെയാണ് എന്ത് ചെയ്യുന്നത്?
സന്തുലിതത്വം, നീതി എന്ന് പറയുന്ന ഭാഗം കടന്നു വരുന്നത്. ഈ വിഭവ വിനിയോഗത്തെക്കുറിച്ചുള്ള ആദ്യത്തെ നിർദ്ദേശം ആർക്കാ കൊടുത്തത്? ആദം നബിക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ആദം നബിക്ക് ആ വിഭവ വിനിയോഗത്തെക്കുറിച്ച് നിർദ്ദേശം കൊടുത്തത്? فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع എന്ന് പറഞ്ഞ് നിർത്തി അസ്സലാമു അലൈക്കും എന്നല്ല, ഇലാഹീൻ എന്നാണ്. കുറച്ച് സമയത്തിന് മാത്രം. കാരണം ഇത് എൻ്റെതാണ്, ഈ ഭൂമി എൻ്റെതാണ്, നിങ്ങളുടേതല്ല. അതുകൊണ്ട് കുറച്ചു സമയത്തിന് വേണ്ടി, ആ സമയം ഒരു പുരുഷായുസ് നോക്കുമ്പോൾ 60-70 വർഷമായിരിക്കാം, പ്രപഞ്ചായുസ് നോക്കുമ്പോൾ ഹീനാണത്. അപ്പോൾ പ്രപഞ്ചായുസിൽ പുരുഷായുസായ നീ നിർവഹിക്കുന്ന അല്പനിമിഷം, എണ്ണിയെടുക്കാവുന്ന ശ്വാസങ്ങളുടെ നേരത്ത് നീ ഇവിടെ സ്വീകരിക്കുന്നത് മുസ്തഖറും മതാഉമായ ഭൂമിയെ ആദം നബിയോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നത്. ഇതിൽ വരുന്ന രണ്ട് ഭാഗം. അപ്പോൾ ആ മുസ്തഖറും മതാഉമായ ഭൂമിയെ നിങ്ങൾ വിഭവം എന്ന നിലക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ മാഫിൽ അർള് എന്തൊക്കെയാണോ ആ വിഭവം ഉപയോഗപ്പെടുത്തുമ്പോൾ, ഇസ്ലാമിൻ്റെ പൊതുവായൊരു കൺസെപ്റ്റാണ് നീതി, അതേപോലെ തന്നെ ഇഹ്സാൻ എന്ന് പറയുന്നത്. ജസ്റ്റിസ് ആൻഡ് മാഗ്നാനിമിറ്റി എന്ന് വേണമെങ്കിൽ കൃത്യമായി അതിൻ്റെ ഒരു അർത്ഥതലത്തിൽ ഉപയോഗിക്കാം. ഈ രണ്ട് പദങ്ങൾ, അദ്ൽ, ഇഹ്സാൻ എന്നത്. ഇവിടെ അദ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 61 തവണയാണ് വിശുദ്ധ ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് പറഞ്ഞത്. ഒരു തമാശ മാത്രം പറയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുമ്പോൾ 61 എന്നത് ഞാൻ ബഹുമാനപ്പെട്ട 61 ആയിട്ടാണ് പറയുക, വലിയ വർത്താനം പറയുക. അത് നിങ്ങളെത്ര വായിക്കുക? 16 എന്ന് വായിക്കുക. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇവിടെ വന്ന് ഭൂമിനെക്കുറിച്ച് പറഞ്ഞാലോ 61 എന്നാണ് വായിക്കുക. ഈ വ്യത്യാസം എപ്പോഴും ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവും. ഇവിടെ നിന്ന് പറയുമ്പോൾ ഭയങ്കരമായ പരിസ്ഥിതിവാദിയാണ്, അവിടെ ഇന്ന് കേൾക്കുമ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസത്തിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോഴും പേടിയുണ്ട്. എന്നാലും ശരി, എനിക്ക് ISMൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ മഴവെള്ളത്തെക്കുറിച്ച് ഖുതുബ പറയാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഖുതുബ പറയുന്നത് 1 മാസത്തിലധികം താമസിപ്പിച്ചു. കാരണം മഴവെള്ളം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള സംഗതികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല. അതിനാവശ്യമായ എല്ലാ സംവിധാനവും ചെയ്തു വെച്ചതിന് ശേഷമാണ് മൂപ്പരെന്ത് ചെയ്ത് ഖുതുബ പറയാൻ പോയത്. അദ്ദേഹം ISMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ പദം, മുസ്തഖീം എന്ന് പറഞ്ഞാൽ സമതുലിതത്വം, സസ്റ്റൈനബിലിറ്റി എന്നാണ്. അദ്ൽ എന്നാണ്. മുസ്തഖീം എന്ന് പറഞ്ഞാൽ മുഅത്തദിൽ എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. അപ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം നോക്കണം നമ്മൾ. ആയത്തിൽ സൂറത്തു നഹ്ലിലെ 76-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു ഭാഗം, വമൻ യഅ്മുർ ബിൽ അദ്ൽ, നിങ്ങൾ നീതിപൂർവകമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, വഹുവ അലാ സിറാത്തിൻ മുസ്തഖീം, അയാൾ എന്താണ്? സിറാത്തുൽ മുസ്തഖീമിലാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല നിൽക്കുന്നത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നതിൻ്റെ റൂഹിനകത്ത് എന്തുണ്ട്? സസ്റ്റൈനബിലിറ്റി ഉണ്ട്. ആ സസ്റ്റൈനബിലിറ്റിയുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത്. അതൊന്നുകൂടി ഖുർആനിൻ്റെ അക്കാദമിക് ഭാഷയിലേക്ക് പറഞ്ഞാൽ വസ്തുയ്യ എന്ന് പറയുന്ന ഒന്ന്, ഒരു മോഡറേറ്റായിട്ടുള്ള ഒന്ന്, പരമപരിശുദ്ധമായിട്ടുള്ള പരിസ്ഥിതി സന്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് പരിസ്ഥിതി ഭ്രാന്തന്മാരായി മാറണം എന്നില്ല. എന്നാൽ ഇസ്ലാമിൽ പരിസ്ഥിതിക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു പക്വമായ സമീപനത്തെ നിഷേധിക്കാനും പാടുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള നീതി എന്നതിന് വന്നിട്ടുള്ള പദങ്ങൾ ഖിസ്ത്, മീസാന്, ഇസ്തിഖാമത്ത്, ഖവാം എന്നതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് പോസിറ്റീവിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അദ്ൽ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ദുൽമ് എന്നാണ്. ദുൽമ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വളഉ ഷൈഇൻ ഫീ ഒയ്രി മൗദിഇഹി എന്നതാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. വളഉ ഷൈഇൻ ഫീ ഒയ്രി മൗദിഇഹി, വെക്കേണ്ട സ്ഥലത്തല്ലാതെ ഒരു കാര്യം വെക്കുക. അതിനാണെന്ത്? അദ്ലിൻ്റെ ഓപ്പോസിറ്റായ ദുൽമ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? വളഉ ഷൈഇൻ ഫീ മൗദിഇഹി, ഒരു വസ്തു അതെവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കുക.
നീതി എന്ന് പറഞ്ഞാൽ തുല്യമായ ഈക്വാലിറ്റി ആകണമെന്നൊന്നുമില്ല. അത് ഇക്വിറ്റി ആകാം, ഈക്വാലിറ്റി ആകാം, സസ്റ്റൈനബിലിറ്റി ആകാം, ഏതും ആകാം. അപ്പോൾ ഖുർആൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ള അദലിൻ്റെ വിപരീതം ളുൽമ് എന്ന പദം. 2 ബഗ, ബഗ എന്ന് പറഞ്ഞാൽ അതിക്രമം ചെയ്യുക. 3 ജൗർ, ധിക്കാരം. വമിൻ ജൗരിൽ അദിയാൻ ഇല ആദലിൽ ഇസ്ലാം എന്ന് റിബാബിൻ ആമിറിൻ്റെ ഒരു വാചകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ 3 പദങ്ങൾ, ഇതൊക്കെയും ക്രമം തെറ്റിയ അവസ്ഥയ്ക്കാണ് അതിൽ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അദ്ലിനെ വിശദീകരിക്കുന്നിടത്ത് ഈ ആശയങ്ങൾ ഉപയോഗിച്ച് പോയിട്ടുണ്ട്. ഒന്ന്, ഗൈറ തഫാവുത്ത്, അതിര് കവിയുക. അതിര് കവിയാൻ പാടില്ല. അപ്പോൾ അതിര് കവിയുക എന്ന് പറഞ്ഞാൽ പാള കൊണ്ട് ഒരു ട്രൗസർ അടുപ്പിച്ചാണ്ട് ഇങ്ങനെ പോകണം, അത് അതിര് കവിച്ചിലൻ. പരിസ്ഥിതിനോട് അങ്ങനെ ഒരു ബഹുമാനാദരവ് കൊടുക്കേണ്ടതില്ല. പക്ഷേ എന്ത് ചെയ്യണം? സസ്റ്റൈനബിൾ ആയിരിക്കണം. മിഡീവലിസം അവിടെ മോഡറേറ്റായിട്ട് അവിടെ പാലിക്കാൻ അയാൾക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പം ഗൈറ തഫാവുത്ത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇവിടെ ഒരു തരത്തിലുള്ള അതിര് കവിച്ചിലുമില്ല. മാതറാഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വചനം. രണ്ടാമത് ഉപയോഗിച്ചില്ല തബ്ദീല. ഇതും അതിൽ വിശദീകരിക്കുന്നിടത്ത് വന്നിട്ടുള്ള ഒന്നാണ്. ലാ തബ്ദീല ലി ഖൽഖില്ല, പടച്ചോൻ്റെ സൃഷ്ടിപ്പ് വ്യവസ്ഥ സംവിധാനങ്ങളിൽ ഒരു മാറ്റത്തിനും അർഹതയില്ലാത്ത വിധം കൃത്യമാണ്. അഥവാ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല അല്ലദീ ഖദ്ദറ ഫഹദ. മൂന്നാമത്തത് ഇത്ഖാൻ എന്നതാണ്. ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ, പെർഫെക്റ്റ് ആണ്. ഈമാൻ ഉള്ള ഒരാൾക്ക് ഇത്ഖാൻ ഉണ്ടാകും എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഖുർആൻ ആ വിഷയത്തിൽ തന്നെ സൂചിപ്പിക്കുന്നൊരു കാര്യം നമുക്കൊക്കെ പരിചയമുള്ളൊരു ഭാഗമാണ് വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന എന്നത്. എന്താണ് ഈ ആയത്തിലുള്ളത്? വളരെ വിനയാന്വിതമായി ഒരാൾ ഭൂമിയിലൂടെ നടന്നാൽ അയാൾ പരിസ്ഥിതിവാദിയാകുമോ? ആവോ? ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വലാ തംശി ഫിൽ അർളി മറഹ, നിങ്ങൾ ഭൂമിയിൽ എങ്ങനെ വളരെ ഒരു മറഹ, മാന്യമായ തരത്തിലുള്ള ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ നടക്കേണ്ടത് എന്നതാണ്. അപ്പോൾ ഭൂമിയിലെ നടത്തം ക്രമീകരിക്കാനുള്ള ആയത്താണോ ഇത്? അല്ല. അപ്പം എന്ത് ചെയ്യണം? അതിനൊരു തലമാണ്. നിനക്കവിടെ ഗർവുണ്ടാകാൻ പാടില്ല. നിന്റെ നടത്തത്തിൽ പോലും നീ ആ അർത്ഥത്തിലുള്ളൊരു വിനയാന്വിതത്വം നീ കാലിക്കേണ്ടതുണ്ട് എന്ന പ്രത്യക്ഷ ആശയത്തെ ആ ആയത്തിൽ നിന്ന് ഇബാദുർ റഹ്മാൻ്റെ സ്വഭാവത്തിൽ നിന്ന് വായിക്കാൻ കഴിയും, ക്വാളിറ്റിയിൽ നിന്ന് വായിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വായിക്കാൻ കഴിയേണ്ട ഒരു ഭാഗം കൂടെ യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ ഹവാനായ, ഹ്യൂമിലിറ്റിയായ ഒരു തലം നിനക്ക് ഉണ്ടായിരിക്കണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ സാധാരണയായി ഉപയോഗിക്കുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ, എന്ത്? ഹാൻഡിൽ വിത്ത് കെയർ. ഭൂമിയെ ആ അർത്ഥത്തിൽ നിനക്ക് കെയർ ചെയ്യാൻ കഴിയണം. അപ്പോഴാണ് നിനക്ക് ഇബാദുർ റഹ്മാനായി തീരാൻ കഴിയുന്നത് എന്നൊരാശയതലം ആ ആയത്തിൽ ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു ആലം. ഇനി വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഭാഗം വിഭവ ചൂഷണവുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ആയത്തിൽ സൂറത്തു അഅറാഫിൽ 56-ാമത്തെ ആയത്തിൽ വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ എന്ന് പറഞ്ഞു. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥതലങ്ങൾ ഭൂമിയിലേക്ക് ചേർക്കുമ്പോൾ വേറെ തലങ്ങളിലേക്ക് അത് പോകും. വാലിഡ് ആൻഡ് പെർഫെക്റ്റ് ആണ്. സ്വലാഹിയത്ത് എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി എന്നാണ് അർത്ഥം. ഒരു വസ്തുവിൻ്റെ വാലിഡിറ്റി സ്വലാഹിയത്ത് എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ പെർഫെക്റ്റും വാലിഡുമായി ക്രമീകരിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ നീ എന്തുണ്ടാക്കരുത്? ഫസാദ് ഉണ്ടാക്കരുത്. അവിടെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു റൂമിലും സൂറത്തു ശൂറയിലും ഈ ഫസാദിൻ്റെ ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നീ ഉപയോഗിക്കുന്ന ഭൂമിയിലെ വിഭവങ്ങളോടും ഭൂമിയോടും സ്വീകരിക്കേണ്ട സമീപനത്തിൽ ഈ 2 ഭാഗവും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം ഈ 2 സൂറകളിലാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഫസാദ് വരരുത്. എന്താ ഫസാദ് എന്ന് പറഞ്ഞാൽ? ഡീവിയേഷൻ ഫ്രം ദ റൈറ്റ് പാത്ത്, ബ്രേക്കപ്പ് ഉണ്ടാകരുത്. അതാണ് ഫസാദ് എന്ന് പറഞ്ഞാൽ. മുസീബത്ത് എന്ന് പറയുന്നത് കാറ്റലിസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങൾ, അതേപോലെ തന്നെയുള്ള ആക്സിഡൻ്റൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ 2 ഉണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗം ഇതാണ്. നിങ്ങൾ ഈ ആയത്തിന് ശേഷം വായിച്ചു നോക്കിയാൽ അവിടെ കാണുന്ന പദം മുസീബത്തും ഫസാദും. ഈ 2 പദങ്ങളാണ് അവിടെ കാണുന്നത്. ഈ 2 പദവും നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ഞാൻ ഭൂമിയെ ഇസ്ലാഹാക്കിയിട്ട് നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയെ അതിൻ്റേതായ സസ്റ്റൈനബിലിറ്റിയിൽ
ഞാൻ നിലനിർത്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ അവിടെ എന്ത് ചെയ്യരുത്, അനാമിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭൂമിയെ ഖലീഫയായ നീ അപകടപ്പെടുത്തരുത് എന്നത്. അതിലേത് വിഭവം നീ ഉപയോഗിക്കുമ്പോഴും നിന്നിൽ നിന്നൊരു ഫസാദ് വ്യക്തിയായി ഉണ്ടാകരുത്, നിന്നിൽ നിന്നൊരു മുസീബത്ത് ഉണ്ടാകരുത് എന്നതാണ്. മാൻ മേക്കിംഗ് പ്രോബ്ലമായിരുന്നാലും ശരി, അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള ഭാഗമായിരുന്നാലും ശരി, ഭൂമി ഉണ്ടാക്കിയ ദുരന്തമാണെങ്കിലും അതേപോലെ തന്നെ മനുഷ്യനിലൂടെ സംഭവിക്കാവുന്ന ചെർണോബിൽ ദുരന്തം പോലെയുള്ള ദുരന്തമായിരുന്നാലും എങ്ങനെ വന്നാലും ശരി, ഇസ്ലാഹിയത്ത് നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഈ ഭൂമിയിൽ നീ ഇടപെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രശ്നം ഉണ്ടായിത്തീരുന്നത് എന്നതാണ്. ഇനി ഖുർആൻ നോക്കൂ, അതിൽ തെറ്റിയാൽ അപകടം സംഭവിക്കും. വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി. ഈ ഭൂമിക്ക് കുഴപ്പം സംഭവിക്കാൻ വേണ്ടി അന്ത്യനാളിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ആകാശം, ഭൂമി പൊട്ടി, പിളറൽ, ഉതിരൽ, അങ്ങനെ ഇങ്ങനെ കത്തൽ, ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിക്കുന്നതിൻ്റെ മുമ്പ് ഖുർആൻ എന്ത് എന്നൊരു ഭാഗം പറഞ്ഞു. എന്താ പറഞ്ഞത്? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി എന്നാണ്. ഞാൻ അനാമിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള, ഖദറായി സംവിധാനിച്ചിട്ടുള്ള, സസ്റ്റൈനബിളായി ക്രമീകരിച്ചിട്ടുള്ള ഈ ഭൂമിയെ ഞാൻ വേറെ തരത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം നിങ്ങളത് നിങ്ങൾ ആ ഭൂമിനെ മാറ്റുക എന്നുള്ളത് ഭൂമിൻ്റെതായതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. എന്തിന്? മറ്റൊരു ലോകത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഘടനയിൽ, സിസ്റ്റത്തിൽ ഒക്കെ ഞാൻ മാറ്റം വരുത്തുകയാണ്. അപ്പോഴാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, തകിടം മറിഞ്ഞിട്ട് പ്രശ്നങ്ങളിലേക്ക് മാറുന്നത്. അപ്പം ലോകാവസാനത്തിൽ ഭൂമിയും ആകാശവും മറ്റൊന്നായി മാറുകയാണ് ചെയ്യുന്നത്. ആ ഭൂമിയുടെ നിലനിൽപ്പിനെ, സമതുലിതത്വത്തെ നീ മറ്റൊന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ സംഭവം എന്തായിരിക്കും? എന്തൊക്കെയാണോ അന്ത്യനാളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, ആ സാധ്യതയുടെ ചെറിയ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ തന്നെ നീ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം നമ്മൾ പല വിധേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക നീതി തകർന്നിട്ട് മറ്റൊരു നീതി ലോകത്തേക്ക്, സമ്പൂർണമായ നീതി ലോകത്തേക്ക് പോവുകയാണ് പരലോകം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാപഞ്ചിക നീതിയെ നിലനിർത്തേണ്ടത് ആ സാമൂഹികമായി നിൻ്റെ ബാധ്യതയാണ് എന്നുകൂടി വിശുദ്ധ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള 2 വചനം കൂടെ അതിലുണ്ട്. ഈ ഖുർആനിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇസ്ലാമിൽ പ്രത്യേകിച്ചും നബിയുടെ ഹദീസുകളിലൊക്കെ ഈ ഭാഗം വന്നിട്ടുണ്ട്. നബി എപ്പോഴും ഉഹുദ് മലയെ നോക്കിയിരിക്കുമെന്നാണ്. ഒരു കവിയുടെ കയ്യിൽ ഈ സംഗതി കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? PK പാറക്കാടൊക്കെ ഈ ഒരു വാക്ക് കിട്ടിയാൽ എത്രത്തോളം വിസ്മയാവഹമാക്കി എഴുതും എന്നറിയില്ല. എന്നിട്ട് ഉഹുദ് മലയെ നോക്കിയിട്ട് പറയും, ഹാദിഹി ത്വാബ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബു. എന്തൊരു ഭംഗിയുള്ള മല, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നീ ഞങ്ങളെയും സ്നേഹിക്കുന്നു എന്നത്. അതൊരു നരേഷനാണ്. ഷജറത്ത്, ഇങ്ങനെ കുറേ പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പല പദങ്ങളും ഒരു നരേറ്റീവായ, ഒരു സിംബോളിക്കലായി ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആ ആഖ്യാനങ്ങളിൽ ആ പ്രകൃതി ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2 ഭാഗങ്ങൾ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു. ഒന്ന് കലിമ ത്വയ്യിബ, അതിനെന്താണ്? ഷജറത്തുൻ ത്വയ്യിബ എന്നുപയോഗിച്ചു. കലിമ ഖബീസ, അതിന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഗം ഷജറത്ത് തന്നെയാണ്. പക്ഷേ ആകെ കൂടി കീഴ്മേൽ മറിച്ചിട്ടുള്ളൊരു സാധനമാണ്. അതിനെന്തില്ല? അടിത്തറയില്ല, ഇളകി പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഗം. അവിടെ 2 ഭാഗമാണ് പറഞ്ഞത്, ത്വയ്യിബ്, ഖബീസ് എന്ന് പറയുന്ന ഭാഗം. ഈ ത്വയ്യിബിനെയും ഖബീസിനെയും സംബന്ധിച്ച് പറയുന്നിടത്ത് ഖുർആൻ ഉപയോഗിച്ചത് ഇത് രണ്ടും ഒരിക്കലും യോജിപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. ത്വയ്യിബ് എന്ന് പറയുമ്പോൾ വിശിഷ്ടമായത് എന്നർത്ഥമുണ്ട്, അതോടൊപ്പം തന്നെ നീതിപൂർവകമായി നിലനിൽക്കേണ്ടത് എന്നുണ്ട്. ത്വയ്യിബ് എന്ന് പറയുമ്പോൾ മുസ്തഖീം, അദ്ല്, അഹ്സന തഖ്വീം, ഫിത്രത്തുള്ള, ഈ 4 അംശവും ചേർന്നിട്ടുള്ള ആശയത്തിലേക്കാണ് ത്വയ്യിബ് കടന്നു വരുന്നത്, ത്വയ്യിബ് എന്നുള്ള പദം വരുന്നത്. അത് വിശദീകരിക്കാൻ കുറേ സമയം എനിക്ക് ആവശ്യമാകും, പക്ഷേ ഞാൻ ജസ്റ്റ് സൂചന മാത്രം നൽകി പോവുകയാണ്. ഈ ത്വയ്യിബ് എന്ന് പറയുന്ന ഈ 4 പദങ്ങളുടെ സമ്മിശ്രമാണ് ത്വയ്യിബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആശയത്തിൻ്റെ സമ്മിശ്രമാണ് ത്വയ്യിബ്. അങ്ങനെ വന്നാൽ ഈ ത്വയ്യിബ് എന്ന് പറയുന്ന പദത്തെ നമുക്ക് നിലവിലുള്ള അക്കാദമിക്, പാരിസ്ഥിതിക, ഇക്കോളജിക്കൽ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യാം? സസ്റ്റൈനബിലിറ്റി എന്ന് പറയാം. കാരണം ആ ത്വയ്യിബ് എല്ലായിടത്തും വേണമെന്നത് ഇസ്ലാമിൻ്റെ മൗലിക കൽപ്പനയാണ്. എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയിൽ പറയുന്നിടത്തത് പറഞ്ഞിട്ടുണ്ട്. ഇമോഷണൽ സസ്റ്റൈനബിലിറ്റിയിൽ എന്തുണ്ട്?
ത്വയ്യിബ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക്കൽ ഒരുപാട് ഈ ഭാഗം ത്വയ്യിബും ഹബീസും ഉപയോഗിച്ചത് നിനക്ക് കാണാൻ പറ്റും. എന്താണ്, നീ ത്വയ്യിബായത് എടുക്കാൻ പാടുള്ളൂ, ഹബായിസ് എടുക്കാൻ പാടില്ല, ഫാഹിഷത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഭാഗം വന്നിട്ടുണ്ട്. സോഷ്യലായി പറയുന്നിടത്തും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ സമഗ്ര തലങ്ങളിലേക്ക് ചുഴന്നു നിൽക്കുന്ന ഒരു പദപ്രയോഗമാണ് യഥാർത്ഥത്തിൽ ത്വയ്യിബ് എന്ന് പറയുന്നത്. ആ ത്വയ്യിബിനെ അതിലേക്ക് വരും, ഹലാൽ അതിലേക്ക് വരും, ഹലാൽ ഹറാമ് വരും, ഇസ്രാഫ് തബ്ദീർ വരും. ഈ പദങ്ങളൊക്കെ അതിനകത്തേക്ക് കയറി വരും. ഇനി വിഭവ വിനിയോഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ ഓടിച്ചു പോകാം. വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച പദമാണ് വിഭവം എന്ന നിലക്ക് മത്താ എന്ന പദം. അതിന് വ്യത്യസ്ത പദങ്ങൾ മത്താ, റഹ്മത്ത്, ആയത്ത്, ഈ 3 പദങ്ങളും മൗലികമായി ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്നാൽ സീനത്ത്, സഹറത്ത്, ഫദ്ല് എന്ന പദങ്ങൾ ഒരു എന്താ പറയുക വിഷയം അല്ലെങ്കിൽ ഉപപദപ്രയോഗങ്ങൾ എന്ന നിലയ്ക്ക് വിഭവം എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദങ്ങളും വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ളതാണ്. മത്താ എന്ന പദം പറയുന്ന സമയത്ത് തന്നെ മത്താ ഉൽ ഹസന്, മത്താ ഉൽ ഖലീൽ, മത്താ ഉൽ മുവഖത്ത്, മത്താ ഉൽ ഗുറൂർ എന്ന ഏതാണ്ട് ഒരു 59 രൂപഭേദങ്ങൾ മത്തായിലേക്ക് ചേർത്തിട്ട് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. വിഭവങ്ങൾ, ആ വിഭവങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ പല പല തലങ്ങളിലേക്ക് കയറിയിറങ്ങുന്ന പദങ്ങളായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെയൊക്കെയും നേരത്തെ പറഞ്ഞ നീതിപൂർവകമായ സമീപനം, ത്വയ്യിബായ സമീപനമാണ് എന്ത് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അതിലുള്ള ആയത്തുകളാണ്. വിഭവങ്ങൾ പൊതുവായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭാഗങ്ങളാണ്. പ്രകൃതിയിലുള്ള വിഭവങ്ങൾ, ഭൂമിയിലുള്ളത്, മനുഷ്യരിലുള്ളത്, ജീവജാലങ്ങളിലുള്ളത്. ഈ വിഭവങ്ങളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവയുടെ വിനിയോഗത്തിൽ സ്വീകരിക്കേണ്ട 3 ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാമൂഹിക തലങ്ങളിൽ വിഭവ വിനിയോഗത്തിൻ്റെ 3 ഉത്തരവാദിത്തങ്ങൾ. ഒന്ന് ഇസ്ലാഹ് എന്നതാണ്. ഇസ്ലാഹ് അർത്ഥതലങ്ങൾ ഒരുപാടുള്ളതാണ്. രണ്ടാമത്തത് മീസാൻ എന്നതാണ്. മൂന്നാമത്തത് അമാനത്ത് എന്നതാണ്. ഈ അമാനത്ത് എന്ന് പറയുന്ന ഈ ആശയത്തിലാണ് ഖിലാഫത്ത് എന്ന പദം കൂടെ കടന്നു വരുന്നത്. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ എന്ന ആശയം കൂടെ അമാനത്തിലാണ് കടന്നു വരിക. പിന്നെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള വിഭവ വിനിയോഗത്തിൽ നമ്മളൊരു തഅമീർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ബിൽഡിംഗ് മെക്കാനിസമാണത്. സർഗാത്മകമായ കെട്ടിട നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള നിർമ്മിതികൾ, അതിനാണ് എന്ത് പറയുക, തഅമീർ എന്ന പദം ഉപയോഗിക്കുക. ജഫർ അലി സാഹിബിന് പറയാൻ പറ്റുന്ന ഒരു പദമാണത്, തഅമീർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പെട്ടെന്ന് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ്, അന്ത്യനാളിലെ ലക്ഷണം പറയുന്നിടത്ത് റസൂലുള്ളാഹി പറഞ്ഞു മസാജിദുഹും ആമിറ, വെറും കെട്ടിടമായി ഇങ്ങനെ നിൽക്കും, ഒരു ഫലം അതിനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കെട്ടിടത്തിനും ഇമാറാന്നാണ് ഉപയോഗിക്കുക. എന്നാലോ സർഗാത്മകമായ അവതരണത്തിനും എന്താ ഉപയോഗിക്കുക, ഇമാറാന്ന്. ഇന്നമാ യഅമുറു മസാജിദ് അല്ലാഹ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. പള്ളിയാകുന്ന കെട്ടിടത്തെ തഅമീർ ചെയ്യണം, അഥവാ സർഗാത്മകമായി ഉപയോഗിക്കണം, മഹല്ലിനെ സർഗാത്മകമായി ഉപയോഗിക്കണം എന്നർത്ഥം. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ, തീർച്ചയായും ഭൂമിയിൽ നിങ്ങളെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഭൂമിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ദൗത്യങ്ങളിൽപ്പെട്ട ഒരു ദൗത്യം കൂടിയാണ് എന്ത്, തഅമീർ എന്ന് പറയുന്നത്. ആ തഅമീർ എന്ന് പറയുമ്പോൾ അവിടെയാണ് സസ്റ്റൈനബിൾ ആയിരിക്കണം എന്ന് പറയുന്ന ഭാഗം. സൂറത്ത് ഹൂദിലും ഇനി വരുന്നത് തസ്ലീം എന്നാണ്. തസ്ലീം എന്ന് പറഞ്ഞാൽ വിധേയപ്പെടുക എന്നതാണ്. വിധേയപ്പെടുക, ആരാധനയുടെ വിധേയത്വത്തിലല്ല, നേരെ മറിച്ച് ഭൂമിയുടെ താളത്തിനോട് എന്ത് ചെയ്യണം, അവർ വിധേയപ്പെട്ട് കഴിയേണ്ടതുണ്ട്. പ്രകൃതിയുടെ താളത്തിനോട് അവർക്ക് വിധേയപ്പെട്ട് കഴിയേണ്ടതുണ്ട് എന്നത്. ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആശയതലം, ഈ എന്താ പറയുക, വിഭവ വിനിയോഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ഭാഗം. ബിത്തഖി ഫീമ ആത്താക്കല്ല, നിനക്കല്ല എന്ത് നൽകിയോ അതുകൊണ്ട് നീ തേടണം, അഥവാ നിനക്ക് നൽകിയത് നിൻ്റെ മതാഅാണ്, വിഭവമാണ്. അവിടെ വലാ തൻസ നസീബക മിന ദുനിയ, ആ വിഭവത്തെ വിനിയോഗിക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യരുത്, നിൻ്റെ നസീബിനെ നീ മറക്കേണ്ടതില്ല. ഞാൻ പ്രകൃതി അങ്ങനെ ചെയ്താൽ ഹറാമും അതേപോലെ തന്നെ പരലോകത്ത് കുറ്റമൊന്നും കിട്ടൂല. പക്ഷെ അവിടെ നസീബ് പലതരത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. എന്ത്, ഒരാൾ പരിസ്ഥിതിവാദം തലക്ക് വല്ലാതെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മഴയൊക്കെ പെയ്യുന്ന ഒരു തടുക്കൊണ്ടൊക്കെ ഒരു പെരണ്ടാക്കി 4 വടിയും വെച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്, നിലൊന്നും യാതൊരു തരത്തിലും പരിഗണിക്കാതെ പോയാൽ അതെന്താണ്, പരലോകത്ത് കുറ്റം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ
അതിൻ്റേതായ അപകടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടൊരു പാമ്പ് അടിച്ചാൽ ഞാൻ പരിസ്ഥിതിവാദിയാണെന്ന് അവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഖുർആൻ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയുക പദപ്രയോഗത്തിനകത്തുപോലും കിടക്കുന്നൊരു സാധനം. അതാണ് എന്ത്? വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ നിൻ്റെ ഓഹരിയെ നീ എന്ത് ചെയ്യരുത്? വിട്ട് കളയരുത്. അങ്ങനെയാണെങ്കിൽ ജഫർ അലി സാഹിബ് ഒരിക്കലും തന്നെ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ആർക്കിടെക്ടർ ആകാൻ മൂപ്പർക്ക് പറ്റൂല. മൂപ്പരുടെ പരിസ്ഥിതിവാദം അനുസരിച്ച്, നേരത്തെ പറഞ്ഞ പരിസ്ഥിതിവാദം അനുസരിച്ചാണെങ്കിൽ ഇവിടെ പറഞ്ഞതല്ല കേട്ടോ, ആ പരിസ്ഥിതിവാദം അനുസരിച്ച് മൂപ്പർ എങ്ങനെ ഇത്ര വലിയ ആർക്കിടെക്ടർ ആവുക? അപ്പോൾ പ്രകൃതിയോട് ഇങ്ങനെ പിരാന്തൻ അനുനയം ആവശ്യമില്ല. മൂപ്പരോട് പറഞ്ഞു എന്നല്ല പറഞ്ഞത്, അങ്ങനെ പിരാന്തൻ അനുനയം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഖുർആൻ ഇവിടെ ഉപയോഗിച്ചത് നിന്റെ നസീബ് നീ മറന്നു പോകാൻ പാടില്ല. ഈ നസീബോ കാലാന്തരേണ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഭംഗിയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചലാവണ്യം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റേതായ വ്യത്യാസങ്ങൾ സംഭവിക്കും. ആ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. എന്നിട്ട് ഖുർആൻ അവിടെ ഒരു വിഷയം പറഞ്ഞു, ഫഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. ഇത്ര കൃത്യമാണതെന്നറിയോ? നിനക്ക് അള്ളാഹു എങ്ങനെയാണോ നന്മകൾ തന്നത്, നിനക്കെങ്ങനെയാണോ അള്ളാഹു മാഗ്നാനിമിറ്റി, ഗുഡ്നസ്, ഇതൊക്കെ അതിന് അർത്ഥം നൽകിയത്, ആ ഭാഗം നീ അതേപോലെ തന്നെ തിരിച്ചും കൊടുക്കണം. എന്നിട്ട് പറഞ്ഞാൽ എന്താ? ഇന്നല്ലാഹു ഗഫൂറുർ റഹീം എന്നൊക്കെ പറഞ്ഞൂടെ? പരലോകത്ത് ഗുണം ഇതോ. പിന്നെ പറയണത് എന്താ? വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി എന്നാണ്. നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നതാണ് പറഞ്ഞത്. നോക്കൂ, ഇഹ്സാൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഞാൻ വിതറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, നിനക്കും അങ്ങനെ സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഈ ഇഹ്സാനെ തെറ്റിയിട്ടുള്ള രീതി സ്വീകരിച്ചാൽ അവിടെ ഫസാദ് വരും. അങ്ങനെ വന്നാൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമില്ല എന്നതാണ്. നിനക്കു നൽകിയ വിഭവത്തെ അള്ളാഹു എത്രമാത്രം ഇഹ്സാനും അഹ്സനും പെർഫെക്റ്റും വാലിഡിറ്റിയും അനുസരിച്ച് നൽകിയിട്ടുണ്ടോ അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു സസ്റ്റൈനബിളായിട്ടുള്ള വികസന രീതി കൂടി നീ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഭവങ്ങൾ എങ്ങനെയാണോ വിന്യസിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ വികസന മാനദണ്ഡവും ഉണ്ടാകേണ്ടത്. വിഭവ വിന്യാസം എത്രമേൽ കമനീയവും കൗതുകവും സൗന്ദര്യപരവുമാണോ അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഉപയോഗവും അതിൻ്റെ വികസന രീതിയും നാം സ്വീകരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നീതിയാണ് അവിടെ പരിഗണിക്കേണ്ടത് എന്നർത്ഥം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എന്നും നിലനിൽക്കണം എന്നതാണ് വികസനത്തിൽ സ്വീകരിക്കേണ്ട മര്യാദ. രണ്ടാമത്തത് ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നത്. മൂന്നാമത്തത് കുത്തകവൽക്കരണം പാടില്ല എന്നത്. കുത്തകവൽക്കരണം ഇപ്പോൾ ഈ ഫിർഔനെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗമുണ്ട്, വനാദ ഫിർഔന ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻവാറു തജ്രി മിൻ തഹ്തിഹാ അഫലാ തുബ്സിറൂൻ. നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? ഇതൊക്കെ എൻ്റെതാണ്. ഈ ഭൂമിയും അതേപോലെ തന്നെ ഇവിടെയുള്ള തോട്ടങ്ങളും അതേപോലെ തന്നെ പുഴകളും ഒക്കെ നമ്മളതല്ലേ, അതുകൊണ്ട് നമുക്കത് ഉപയോഗപ്പെടുത്താലോ എന്ന രീതിയിൽ ഫിർഔനിൻ്റെ ഒരു സംസാരത്തെ എതിർത്തുകൊണ്ട് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അഥവാ വിഭവങ്ങളുടെ കുത്തകവൽക്കരണം ഉണ്ടാകാൻ പാടുള്ളതല്ല. ഈ നിലവിലുള്ള കുത്തകവൽക്കരണം വികസനത്തിൻ്റെ പേരിലാണ് അടിച്ചേൽപ്പിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ വികസനം എന്നതിൻ്റെ പേരിലാണ് കുത്തകവൽക്കരണം അടിച്ചേൽപ്പിക്കുന്നത്. ആ കുത്തകവൽക്കരണത്തെ, അധികാര കുത്തകവൽക്കരണത്തെ നേരത്തെ തന്നെ വിശുദ്ധ ഖുർആൻ എടുത്തു കളയുകയും ദേശസാൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അധികാരികൾ ആ വിഭവത്തെ ഉപയോഗപ്പെടുത്തിയാൽ ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം. ഇറാഖും ഷാമിലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാഖ് ജയിച്ച സമയത്ത് എന്താണ് ഉമർ അബ്ദുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ള ആദ്യത്തെ പണി ഈ ഭൂമിയൊക്കെ സർക്കാരിൻ്റെ കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൃഷിക്കാർ വരും അവർക്കൊക്കെ വീതിച്ചു കൊടുക്കുക ചെയ്തത്. കുത്തകവൽക്കരണം ഒഴിവാക്കിയിട്ട് ദേശസാൽക്കരണം വികസന തത്വമായി സ്വീകരിക്കുകയാണ് ഇസ്ലാമിക സമൂഹത്തിൽ ചെയ്തിട്ടുള്ളത്. വിഭവങ്ങളുടെ പരിപാലനവും സംരക്ഷണവും ഉണ്ടാകാം. ഇനി എങ്ങനെ ആയിരിക്കണം അതിൻ്റെ സമതുലിതാവസ്ഥ? ഈ വിഭവങ്ങളെ നമുക്ക് ഉപയോഗിക്കാം, അതിനെ രൂപമാറ്റം വരുത്താം, അതിനെ വിൽക്കാം. പക്ഷെ എന്തു പാടില്ല? നശിപ്പിക്കാൻ പാടില്ല, ബാലൻസ് തകർക്കാൻ പാടില്ല, ചൂഷണം പാടില്ല, അടുത്ത തലമുറക്ക് തടസ്സമാകാൻ പാടില്ല, കുത്തകവൽക്കരണം പാടില്ല. അതിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആയത്തുകളാണ് അവിടെ ഉള്ളത്.
ഈ 3 ഉത്തരവാദിത്തങ്ങളാണ് വികസനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പരിസ്ഥിതി പരിപാലനവും പരിചരണവും ഉണ്ടായിരിക്കണം, പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ ഉണ്ടാകണം എന്നത്. രണ്ടാമത്തേത്, വിഭവങ്ങളുടെ നീതിപൂർവകമായ സസ്റ്റൈനബിളായിട്ടുള്ള വിനിയോഗമാണ് ഉണ്ടാകേണ്ടത്. മൂന്നാമത്തേത്, ഭാവി എന്ന് പറയുന്ന ഒന്ന് നിൻ്റെ ജീവിതത്തിൽ നിർബന്ധമായി നീ പാലിക്കേണ്ടതുണ്ട്. ഞാൻ അതിൻ്റെ ഭാഗം ഒറ്റ വായന വായിച്ചു പോകാം. പ്രകൃതി, ജീവിത സന്തുലിതാവസ്ഥ തകർക്കാൻ പാടില്ല. വിഭവങ്ങളെ സംരക്ഷിക്കണം, അത് തകർക്കാൻ പാടില്ല. വിഭവദാതാവ് അത് പടച്ചവനാണ് എന്ന കാര്യത്തിൽ മറക്കാൻ പാടില്ല. സാമൂഹികമായ, ജൈവപരമായ, മാനവികപരമായ തരത്തിലായിരിക്കണം നിൻ്റെ വിഭവ വിനിയോഗം ഉണ്ടാകേണ്ടത്. സുരക്ഷിതത്വം നിനക്ക് ഉറപ്പാക്കാൻ കഴിയണം. ആരോഗ്യം, ആഹാരം, പാർപ്പിടം, സഞ്ചാരം, പ്രാദേശികത പരിഗണിച്ചു പോകണം എന്നത് ഇസ്ലാമിക കൺസെപ്റ്റുകളിൽ നമുക്ക് കാണാൻ പറ്റും. സുഖലോലുപതയെ, തബ്ദീർ, ഇസ്രാഫ്, ഹലാല്, ഹറാമ് എന്ന് പറയുന്ന ആ ഭാഗം നേരത്തെ പറഞ്ഞത് ഇമാം സമർഖന്ദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഭാഗത്ത് ചരിത്രം റിപ്പോർട്ട് ചെയ്യുന്നിടത്താണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഭാഗം വന്നിട്ടുള്ളത്. പ്രകൃതി ഭംഗിയെ പരമാവധി നിലനിർത്തണം. വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചൊരു ഭാഗമാണ് ദാത്ത ബഹ്ജ. ദാത്ത ബഹ്ജ എന്ന് പറഞ്ഞാൽ കമനീയമായ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന പ്രകൃതി എന്നാണ്. അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആകെക്കൂടി ഇടിച്ചു പൊളിച്ച്, ഒരു വൈരുദ്ധ്യം കൂടി പറയാം, ആകെക്കൂടി അവിടെ ഇവിടെയൊക്കെ ഇടിച്ചു പൊളിച്ച് തകർത്ത് പെരണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യാം, ഓൻ കാണാം അടുക്കളൻ്റെ ഉള്ളിലേക്ക് ഒരു ചെടി ഇങ്ങനെ കൊണ്ടു നിൽക്കണേ, അതല്ലെങ്കിൽ ഓൻ്റെ ബെഡ്റൂമിൽ കാണാൻ ചെറിയൊരു ചെടി ഇങ്ങനെ. ഇതെന്താണ്, എല്ലാ കാടും വെട്ടി നിരത്തിയിട്ടാണ് സാധു പേരുണ്ടാക്കി ഉണ്ടാകുക. എന്നിട്ട് എന്ത് ചെയ്യും, പ്രകൃതി സ്നേഹത്തിൻ്റെ തുളുമ്പി നിൽക്കുന്ന പ്രതീകം എന്ന നിലക്ക് കാണാം ഒരു 250 റുപ്യേൻ്റെ ചെറിയൊരു സാധനം കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ വൈരുദ്ധ്യാത്മകതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻഭാഗത്തുള്ള മാവിനെ വെട്ടിമുറിച്ച് ആ മാവ് പെയിൻ്റ് അടിച്ചിട്ട് ഒരു കോലിൽ കുത്തി വെക്കുന്ന ഒരു പ്രതീതിയാണ് ഏറ്റവും വലിയ വികസനവും സങ്കല്പവും ഒക്കെ ആയിട്ടാണ് പൊതുവിൽ ഈ മനുഷ്യന്മാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഈ ദാത്ത ബഹുജയെ നിനക്ക് പരമാവധി നിലനിർത്താൻ കഴിയണം. അതിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കമനീയമായ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറാണ് IIM-ൻ്റേത്. നിലവിലുള്ളത് കുറേയൊക്കെ എന്ത് ചെയ്തു നിലനിർത്തി പോകുന്ന ഒരു സിസ്റ്റം അവിടെ കാണാൻ കഴിയും. കുറച്ച് അധ്വാനിക്കേണ്ടി വരും എങ്കിലും അടിസ്ഥാന വിഭവങ്ങൾ നശിപ്പിക്കരുത്. വിഭവ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ദേശസാൽക്കരണം. ഇനി ഈ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. UN-ൻ്റെ, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ള 17 കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ 17 കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചപ്പോഴാണ് ഒരു വർഷം മുഴുവൻ കുത്തുപറയുള്ള 17 സാധനത്തിലുണ്ട്. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞതാണ്. ഇത് മുഴുവൻ ഇസ്ലാം പറഞ്ഞതാണ്. ഏതെങ്കിലും ഉസ്താദ് അവിടെ ഖുർആൻ ക്ലാസ് എടുക്കാൻ പോയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മുഴുവൻ എന്താണ് പറഞ്ഞതാണ്. ഒന്ന് പറഞ്ഞാൽ ഒരു ഭാഗം നോ പ്രോവർട്ടി, സീറോ ഹങ്കർ. ഇത് വായിക്കാൻ നേരമില്ല, നിങ്ങൾ UN-ൻ്റെ ഗ്ലോബൽ ഭാഗം നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ദാരിദ്ര്യം, അതിൽ പറഞ്ഞ ഭാഗം ഞാൻ നോട്ട് ചെയ്ത് പറയാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഭാഗം ഭക്ഷ്യസുരക്ഷ, നല്ല ആരോഗ്യം. ഞാനത് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഭക്ഷ്യസുരക്ഷ, നല്ല ആരോഗ്യം, സുസ്ഥിതി, വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കേണ്ട സമീപനങ്ങൾ, ലിംഗനീതി, നമ്മൾ പറഞ്ഞ അതേ ലിംഗനീതിയാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ജലസാക്ഷരത, ശുചിത്വം, വികസനക്ഷമമായി ഊർജത്തെ ഉപയോഗപ്പെടുത്തുക എന്നത്, തൊഴിൽ, സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും നിലനിൽപ്പും. അവിടെ സമ്പത്ത് അവിടെ നിന്ന് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് കൊടുക്കണം. അതേപോലെ തന്നെയുള്ള സിസ്റ്റമാണ് സക്കാത്തിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് യഥാർത്ഥത്തിൽ UN അവതരിപ്പിക്കുകയാണ് നമുക്ക് തോന്നിപ്പോകും ചില ഭാഗം. വ്യവസായ നവീകരണങ്ങൾ, ആ വ്യവസായത്തിൻ്റെ പുരോഗതി ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ എന്താ പറയുക, മാലിന്യം ഉണ്ടാകരുത്, അതിനുള്ള രീതി ഉണ്ടായിരിക്കണം. ഇങ്ങനെ കുറേ ഭാഗങ്ങൾ അതിൽ വന്നത് കാണാൻ കഴിയും. മർജുർ റാഹിത്ത് എന്ന് പറയുന്ന അമവിയ ഖിലാഫത്തിൻ്റെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഇതുണ്ട്. മർജുർ റാഹിത്ത് എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ ഉപയോഗിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ആ മർജുർ റാഹിത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക നാഗരികതയിലെ ഒരു പ്രദേശത്ത് കന്നുകാലികളെ വളർത്തുകയും ആ കന്നുകാലികളുടെ എല്ലാ ഭാഗവും കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ചരിത്രഭാഗം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അസമത്വം ഒഴിവാക്കണം, സുസ്ഥിരം നഗരങ്ങളും സമൂഹങ്ങളുടെയും സുസ്ഥിര വികസനം ഉറപ്പുവരുത്തണം, ഉപഭോഗവും ഉൽപ്പാദനവും ശരിയായ രീതിയിലായിരിക്കണം, കാലാവസ്ഥയ്ക്ക് പ്രതികൂലമാകുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്, അത് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനം ഉണ്ടാകണം. ജലജീവികൾക്ക്, ജലത്തിൽ താമസിക്കുന്ന എല്ലാ ജീവികൾക്കും നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം. കരജീവികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയണം. സമാധാനവും നീതിയും സുരക്ഷിതത്വവും നിങ്ങൾക്കുണ്ടാകണം. ഇതിനു വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും
കൂടിച്ചേർന്നുകൊണ്ടുള്ള തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തി പോവുകയും ചെയ്യണം. അഥവാ UN പറഞ്ഞിട്ടുള്ള ഈ സസ്റ്റൈനബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഗോളുകൾ, ആഗോള ലക്ഷ്യങ്ങൾ, അത് ഇസ്ലാമികമായ കൺസെപ്റ്റിൽ തന്നെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ആ വിഷയത്തിൽ മാത്രം സംസാരിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അവസാനം നമ്മുടെ ലൈഫിൽ പ്രകൃതിയുടെ വിഭവത്തെ സാമൂഹികപരമായി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പ്രധാനമായി 6 കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. പ്രകൃതിപരമായ തരത്തിലായിരിക്കണം, അത് സർഗാത്മകമായിരിക്കണം. ലക്ഷ്യം എന്ന് പറയുന്നത് മറക്കരുത്, മാനവികവും സാമൂഹികവും ഗ്രാമീണവുമായിരിക്കണം. സുരക്ഷിതത്വം കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്താതെ വരുമ്പോഴാണ് ലോകത്ത് ഈ പറഞ്ഞ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പോജനിക്കായിട്ടുള്ള പ്രതിസന്ധിയായിരുന്നാലും അതേപോലെ തന്നെ മാൻമെയ്ഡ് പ്രശ്നങ്ങളായിരുന്നാലും ഇതിൽ രണ്ടിലും സംഭവിക്കുന്ന കാര്യം ഇതാണ്: എവരിത്തിങ് ഈസ് മൈ ഫാൾട്ട്. എവരിത്തിങ് ഈസ് മൈ ഫാൾട്ട്. കാരണം ഇത് ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ എന്നതാണ്. പ്രകൃതിക്കൊരു ദുരന്തം സംഭവിച്ചാലും എൻ്റെ ഒരു പ്രശ്നം ആ പ്രകൃതിയെ നോവിപ്പിച്ചിടത്തുണ്ടാകും. ഞാനായിട്ട് ഏതെങ്കിലും ആണവ നിലയങ്ങൾ പൊട്ടിത്തെറിച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരിക്കും. എങ്ങനെ വന്നാലും ശരി, എവരിത്തിങ് ഈസ് മൈ ഫാൾട്ട് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാമൂഹികമായ നീതിയെ നമുക്ക് പുലർത്തി വികസനങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.